Hi dears, welcome to Study Chips. Class 7 Max Chapter 14 Data Pictures. വിവര ചിത്രങ്ങൾ. ഓക്കെ, പേജ് നമ്പർ 193ലും 194ലുള്ള ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സ് ആയിരിക്കും എല്ലാവർക്കും വേണ്ടത് അല്ലേ. അതെന്താണ്? പൈ ചാർട്ടാണല്ലേ. ഇതാ ഒരു പൈ ചാർട്ട് അല്ലേ. ഈ പൈ ചാർട്ടിൽ നിന്നും ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതിൻ്റെ ആൻസേഴ്സ് നമ്മൾ ഇതിൽ നിന്നും കണ്ടെത്തണം. അങ്ങനത്തെയാണ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ ആദ്യം നമുക്ക് എന്താണ് ഈ പൈ ചാർട്ട് എന്നറിയണ്ടേ. ഇത് ജസ്റ്റ് സിമ്പിളായിട്ട് എന്താണെന്ന് നോക്കിയതിന് ശേഷം ഈ ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സ് ഡിസ്കസ് ചെയ്യാം. വിവര ചിത്രങ്ങൾ എന്നുള്ള ഈ പാഠഭാഗത്ത് എന്താണ് ഓരോ ചെലവിൻ്റെയും ശതമാനം കൊടുത്തിട്ടുണ്ടല്ലേ. നമുക്ക് എന്തൊക്കെ ചെലവുകളാണുള്ളത്, ഭക്ഷണത്തിന്, ആരോഗ്യം, വിദ്യാഭ്യാസം, ആ ചെലവുകൾ ശതമാനം പെർസെൻറ്റേജിൽ കൊടുത്തിട്ടുണ്ട് അല്ലേ. ഇങ്ങനത്തെ ബാർഗ്രാഫ് ആക്കി വരക്കുന്നത് അല്ലേ, ചതുരചിത്രമായി വരക്കുന്നത് നമ്മൾ മുന്നേ പഠിച്ചതാണ് അല്ലേ. ഓരോ പെർസെൻറ്റേജ്, ഭക്ഷണം 35% ഇതാ ഇങ്ങനെ മാർക്ക് ചെയ്യുക അല്ലേ. ആരോഗ്യം എത്രയാണ്? 25% ഹെൽത്ത് അല്ലേ. ഓരോന്നും അങ്ങനെ മാർക്ക് ചെയ്യാൻ നമുക്കറിയാം. ചതുരചിത്രം അല്ലാതെ ഇങ്ങനെ റൗണ്ട് ഷേപ്പിലല്ലേ വട്ടത്തിൽ വരയ്ക്കുന്നതിനെയാണ് നമ്മൾ പൈ ചാർട്ട് എന്ന് വിളിക്കുന്നത് അല്ലേ. വൃത്തചിത്രം പൈ ചാർട്ട് അല്ലേ, ഇംഗ്ലീഷിൽ പൈ ചാർട്ട്. ഇതിനെ മലയാളത്തിൽ എന്താണ്? വൃത്തചിത്രം അല്ലേ. ഈ വൃത്തചിത്രത്തിൽ നിന്ന് ഭക്ഷണത്തിനാണ് ഏറ്റവും കൂടുതൽ ചെലവ് എന്ന് മാത്രമല്ല, ഭക്ഷണത്തിനാണ് ഏറ്റവും കൂടുതൽ ചെലവ് വരുന്നത്. ഏറ്റവും കൂടുതൽ ഏരിയ കവർ ചെയ്തത് ഫുഡിനാണ്. അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ചെലവ് വരുന്നത് ഇതെന്നാണ് ഈ വൃത്തചിത്രം, ഈ പൈ ചാർട്ട് നോക്കി നമുക്ക് കണ്ടുപിടിക്കാം. അത് മാത്രമല്ല മൊത്തം ചെലവിൻ്റെ ഏതാണ്ട് 1/3 ഭാഗമാണെന്നും കാണാമല്ലോ. ഒരു ഭാഗം ഇങ്ങനെ ഡിവൈഡ് ചെയ്താൽ അതിൻ്റെ നേരെ സെൻട്രലായിട്ട് ഇതാ ഇതൊരു ഭാഗം, 2 അല്ലേ 3 ഭാഗമായിട്ട് നമുക്ക് ഈക്വലായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ആ 1/3 ഭാഗമാണ് ഭക്ഷണത്തിൻ്റെതെന്ന് നമുക്ക് ഈ പൈ ചാർട്ടിലെ ഈ വൃത്തചിത്രം ഉപയോഗിച്ചിട്ട് നമുക്ക് കണ്ടെത്താനായും. അതായത് 1/3 ഭാഗം ഭക്ഷണത്തിനില്ലേ, ടോട്ടലിൻ്റെ 1/3 ഭാഗമാണ് ഭക്ഷണത്തിന് ചിലവഴിച്ചതെന്ന് നമുക്ക് ഈ പൈ ചാർട്ടിലെ ഈ വൃത്തചിത്രം നോക്കി കണ്ടെത്താൻ കഴിയും. നമ്മൾ ബാർഗ്രാഫിൽ അങ്ങനെ കണ്ടെത്താൻ കഴിയില്ല അല്ലേ. ഭക്ഷണത്തിൻ്റെ എത്ര ശതമാനം, ടോട്ടലിൻ്റെ എത്ര ശതമാനമാണ് ഈ ഭക്ഷണത്തിന് വേണ്ടി ചിലവഴിച്ചത് എന്ന് കണ്ടെത്താൻ കഴിയില്ല. അതാണ് നമ്മുടെ പൈ ചാർട്ടിൻ്റെ പ്രത്യേകത. പേജ് നമ്പർ 193ലുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഈ പൈ ചാർട്ടിൽ നിന്ന് നമ്മൾ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സ് കണ്ടുപിടിക്കണം. ഒരു പൈ ചാർട്ട് വൃത്തചിത്രം തന്നിട്ടുണ്ട്. ദി മോസ്റ്റ് പോപ്പുലസ് കൺട്രീസ് ഓഫ് ദി വേൾഡ് ആർ ഫസ്റ്റ് ഇന്ത്യ, ദെൻ ചൈന ആൻഡ് ദി തേർഡ് ദി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ജനങ്ങളുള്ള രാജ്യം, ഏറ്റവും കൂടുതൽ ജനങ്ങളുള്ള രാജ്യം ഫസ്റ്റ് ഇന്ത്യയാണ്, ദെൻ ഏതാണ്? ചൈനയാണ്, ദെൻ ഏതാണ്? തേർഡ് യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ USA ആണ്, അമേരിക്കയാണ്. ബാക്കിയുള്ളത് എന്താണ്? എല്ലാ രാജ്യങ്ങളും ഒതേഴ്സിലെ മറ്റ് രാജ്യങ്ങൾ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ടല്ലേ. ദി പൈ ചാർട്ട് ബിലോ ഷോസ് ദീസ് ആൻഡ് ദി പോപ്പുലേഷൻ ഓഫ് ദി റിമൈനിങ് കൺട്രീസ് ആർ പാർട്ട് ഓഫ് ദി ടോട്ടൽ പോപ്പുലേഷൻ ഓഫ് ദി വേൾഡ്. ബാക്കിയുള്ള റിമൈനിങ് കൺട്രീസിലെ 3 രാജ്യങ്ങൾ ഒഴികെയുള്ള ബാക്കിയുള്ള റിമൈനിങ് കൺട്രീസിലെ ബാക്കിയുള്ള ഒതേഴ്സിലെ മറ്റ് രാജ്യങ്ങൾ മൊത്തമായിട്ട് ടോട്ടൽ ആയിട്ടുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ. ഒരു രാജ്യത്തിൻ്റെത് മാത്രമല്ല. അപ്പോൾ ഇതാണ് കൂടുതലെന്ന് വിചാരിക്കരുതല്ലേ. ഇതിലെല്ലാം കൂടി കൂട്ടിയിട്ട് ഇത്രയേ ഉള്ളൂ. ഏറ്റവും കൂടുതൽ ഏതാണ്? ഇന്ത്യക്കാണല്ലേ. ഇത് നോക്കിയാൽ നിങ്ങൾക്കറിയാം. ഏറ്റവും കൂടുതൽ ഇന്ത്യ, സെക്കൻഡ് ചൈന, അതിൻ്റെ തൊട്ടടുത്ത് USA, ദെൻ കുറേ രാജ്യങ്ങൾ കൂട്ടിയിട്ടാണ് ഒതേഴ്സിലെ മറ്റ് രാജ്യങ്ങളെല്ലാം കൂടിയിട്ടാണ് ഇത്. മറ്റെല്ലാ രാജ്യങ്ങളിലെ ജനസംഖ്യ ഒന്നിച്ചും ലോക ജനസംഖ്യയുടെ ഭാഗങ്ങളായി ഇതിൽ കാണിച്ചിരിക്കുന്നു അല്ലേ. ജനസംഖ്യ കാണിക്കുന്ന അല്ലേ, പോപ്പുലേഷൻ കാണിക്കുന്ന ഒരു പൈ ചാർട്ടാണ്, വൃത്തചിത്രമാണ്. അപ്പോൾ ഏതിലാണ് കൂടുതൽ പോപ്പുലേഷൻ ഉള്ളത് അല്ലേ. ഓരോ ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതിൻ്റെ ആൻസേഴ്സ് നമുക്ക് നോക്കാം. ഇംഗ്ലീഷ് മീഡിയക്കാർക്കും മലയാളം മീഡിയക്കാർക്കും ഉപകാരപ്പെടുന്ന രീതിയിലാണ് പറയുന്നത്. ഫസ്റ്റ് ഇംഗ്ലീഷ് വായിച്ചിട്ട് അതിൻ്റെ താഴെ മലയാളം കൊടുക്കുന്നുമുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അപ്രോക്സിമേറ്റ്ലി വാട്ട് ഫ്രാക്ഷൻ ഓഫ് ദി വേൾഡ് പോപ്പുലേഷൻ ഈസ് ദാറ്റ് ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ ജനസംഖ്യ ലോക ജനസംഖ്യയുടെ ഏതാണ്ട് എത്ര ഭാഗമാണ് അല്ലെ. വേൾഡ് പോപ്പുലേഷൻ്റെ എത്ര ഭാഗമാണ്, എത്ര ഫ്രാക്ഷനാണ്. വാട്ട് ഫ്രാക്ഷൻ ഓഫ് ദി വേൾഡ് പോപ്പുലേഷൻ ഈസ് ദാറ്റ് ഓഫ് ഇന്ത്യ അല്ലെ. ഇന്ത്യൻ്റെത് ബാക്കിയുള്ള വേൾഡ് പോപ്പുലേഷൻ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇന്ത്യൻ്റെത് എത്ര ഫ്രാക്ഷനാണ്, എത്ര ഭാഗമാണ് എന്നാണ് ചോദിച്ചത്. ഇതാണ് ഇന്ത്യ അല്ലേ. ഈ ഇന്ത്യൻ്റെ അതേ പാർട്ടിൽ അതേ ഫ്രാക്ഷനിൽ എത്ര ഭാഗമാക്കി നമുക്കിതിനെ സ്പ്ലിറ്റ് ചെയ്യാം അല്ലേ. ഇതേ അളവിലില്ലേ അല്ലേ. മുകളിൽ 3 പാർട്ട് ഏകദേശം അല്ലേ, അപ്രോക്സിമേറ്റ്ലി ആയിട്ടാണ് ചോദിച്ചത് ഏകദേശം അല്ലേ. അപ്പോൾ ഇന്ത്യൻ്റെ അതേ അളവിൽ നമ്മൾ ഒരു പാർട്ട് എടുത്തു, ദെൻ നെക്സ്റ്റ് ഇന്ത്യൻ്റെ അതേ അളവിൽ വേറൊരു പാർട്ട്. അപ്പോൾ 3 പാർട്ട് മുകളിലെടുത്തു. ഇനി നമുക്ക് ഇന്ത്യൻ്റെ ഇതേ അളവിലല്ലേ, ഈ അതേ അളവിൽ നമുക്ക് എത്ര ഭാഗങ്ങളാക്കി സ്പ്ലിറ്റ് ചെയ്യാൻ കഴിയും. ഇതേ അളവിൽ ഒന്ന് ഇവിടെ ആക്കാം, ഒന്ന് ഇവിടെ ആക്കാം അല്ലേ. അങ്ങനെ 6 പാർട്സ് ആയിട്ട് 6 ഭാഗങ്ങളാക്കി നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം അല്ലേ. 3, 4, 5, 6 അല്ലേ, 6 പാർട്സ് 6 ഭാഗങ്ങളാക്കി നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം അല്ലേ. ഇന്ത്യൻ്റെ അതേ അളവിൽ വേൾഡ് പോപ്പുലേഷനിലെ ലോക ജനസംഖ്യ ബാക്കിയുള്ളതിനെ കമ്പയർ ചെയ്തിട്ട് ഈ ഇന്ത്യ എന്ന് പറയുന്നത് എത്ര ഭാഗമാണ്, എത്ര ഫ്രാക്ഷൻ ആണെന്നാണ് ചോദിച്ചത്. ഫ്രാക്ഷൻ നമ്മളെങ്ങനെ എഴുതലില്ലേ അല്ലേ. 6ൽ 1 ഭാഗമാണല്ലേ, 6 പാർട്ടാക്കിയതിൽ അതിൽ 1 ഭാഗമാണ് ഇന്ത്യ അല്ലേ. നമുക്ക് 6 കഷ്ണങ്ങൾ, ഇന്ത്യയുടെ അതേ അളവിൽ 6 കഷ്ണങ്ങളാക്കാം അല്ലേ. ഈ വൃത്തത്തെ അല്ലേ, ഈ പൈ ചാർട്ടിനെ നമുക്ക് 6 ഭാഗങ്ങളാക്കാം. ഇന്ത്യയുടെ അതേ അളവിൽ വരുന്ന 6 ഭാഗങ്ങളാക്കാം. 6ൽ 1 ഭാഗമല്ലേ ഇന്ത്യയുടെ ഭാഗം വരുന്നുള്ളൂ അല്ലേ. അപ്പോൾ 6ൽ 1 എന്ന് നമുക്ക് എഴുതാം അല്ലേ. 6ൽ 1 അല്ലേ, 6 താഴെ 6 ഭാഗത്തിൽ 1 ഭാഗമാണ് ഇന്ത്യക്ക് വരുന്നത് അല്ലേ. അപ്പോൾ ചൈനൻ്റെത് നെക്സ്റ്റ് എന്താണ്? ചൈനൻ്റെത് ചോദിക്കുന്നുണ്ട്. വാട്ട് അബൌട്ട് ദി പോപ്പുലേഷൻ ഓഫ് ചൈന. ചൈനയുടെ പോപ്പുലേഷൻ ജനസംഖ്യ എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഏകദേശം ഇന്ത്യൻ്റെ അതേ അളവിൽ തന്നെയാണ് ചൈനൻ്റെത് വരുന്നത് അല്ലേ. ഇന്ത്യയാണ് കൂടുതൽ, കുറച്ചൊരു വ്യത്യാസമുള്ളത്. അപ്പോൾ നമുക്ക് വീണ്ടും ചൈനൻ്റെത് നോക്കുമ്പോൾ ഏകദേശം സെയിം ആണല്ലേ, അപ്രോക്സിമേറ്റ് ആയിട്ടാണ് ചോദിച്ചത്. അപ്പോൾ ഏകദേശം നമുക്ക് ചൈനൻ്റെത് എന്താണ് അതേ അളവിൽ 6 ഭാഗമാക്കാം. ഈ വൃത്തത്തെ അല്ലെ, ഈ സർക്കിളിന് 6 ഭാഗമാക്കാം. ആ 6ൽ എന്താണ് 1 ഭാഗമല്ലേ ചൈന എന്ന് പറയുന്നത്. അപ്പോൾ 6ൽ 1 ഭാഗമാണ് ചൈനയുടേതും 6ൽ 1 ഭാഗമാണ് ഇന്ത്യയുടേതും നമുക്ക് കിട്ടി. അപ്പോൾ 6ൽ 1 ഭാഗം 1/6 അല്ലേ. 6 പാർട്സിൽ 1 ഭാഗം 1 ഭാഗമാണ് ചൈനയുടെയും ഇന്ത്യയുടെയും നമുക്ക് കിട്ടുന്നത്. രണ്ടിനും 1/6 എന്ന് എഴുതാം.
തേർഡ് ക്വസ്റ്റ്യൻ, അപ്രോക്സിമേറ്റ്ലി വാട്ട് ഫ്രാക്ഷൻ ഓഫ് ദി പോപ്പുലേഷൻ ഓഫ് ഇന്ത്യ ഇസ് ദാറ്റ് ഓഫ് ദി USA? അമേരിക്കൻ ഐക്യനാടുകളിലെ ജനസംഖ്യ ഇന്ത്യയിലെ ജനസംഖ്യയുടെ ഏകദേശം എത്ര ഭാഗമാണ്? അപ്പോൾ അമേരിക്കയിലെ ജനസംഖ്യ ഇന്ത്യയുടെ ജനസംഖ്യയുടെ ഏകദേശം എത്ര ഭാഗമാണ്? ഇന്ത്യ ആയിട്ടാണ് കമ്പയർ ചെയ്യാൻ പറഞ്ഞത്, ബാക്കിയുള്ള ഒതേഴ്സ് ആയിട്ടല്ല. അപ്പോൾ ടോട്ടലായിട്ടല്ല നമ്മൾ കമ്പയർ ചെയ്യേണ്ടത്. ഇന്ത്യയുടെ എത്ര ഭാഗമാണ് USA പോപ്പുലേഷൻ ജനസംഖ്യയാണ് നമ്മൾ നോക്കേണ്ടത്. അമേരിക്ക ഇന്ത്യയുടെ എത്ര ഭാഗമാണ്? അപ്പോൾ അമേരിക്കയിലെ ഈ ജനസംഖ്യ ഇന്ത്യയുടെ എത്ര ഭാഗമാണ്, ഈ ജനസംഖ്യയുടെ എത്ര ഭാഗമാണെന്നാണ് ചോദിച്ചത്. അപ്പോൾ എത്ര USA, എത്ര അമേരിക്ക നമുക്ക് ഇന്ത്യയിൽ ഇതേ അളവിലെടുക്കാം? ഏകദേശം ഈ ഒരു അളവാണ് US അമേരിക്കൻ്റെതില്ലേ. അപ്പോൾ ഇതേ അളവിൽ നമുക്ക് എത്ര ഭാഗമാക്കി സ്പ്ലിറ്റ് ചെയ്യാം? ഇതേ അളവിൽ 1 ഭാഗം, 2 ഭാഗം, 3 ഭാഗം, ഏകദേശം ഒരു 4 ഭാഗമാക്കി സ്പ്ലിറ്റ് ചെയ്യാം അല്ലേ. 1 2 3 4 പാർട്സ് ആയിട്ട് 4 ഭാഗമാക്കിയിട്ട് നമുക്കില്ലേ USA അതേ അളവിൽ ഈ അളവിലുള്ള 4 ഭാഗങ്ങളാക്കാം. ആ 4ൽ 1 ഭാഗമല്ലേ USA എന്ന് പറയുന്നത്. 4 പാർട്സിൽ 1 ഭാഗമേ ഉള്ളൂ USA അളവ് വരുന്നത് അല്ലേ. നമ്മളിപ്പോൾ ഇന്ത്യയിൽ എത്ര ഭാഗമാണ് USA അല്ലേ, ഇന്ത്യയുടെ എത്ര ഭാഗമാണ്, എത്ര ഫ്രാക്ഷൻ ആണെന്നാണ് ചോദിച്ചതില്ലേ. അപ്രോക്സിമേറ്റ് ആയിട്ടില്ലേ, ഏകദേശമാണ് ചോദിച്ചത്. വാട്ട് ഫ്രാക്ഷൻ ഓഫ് ദി പോപ്പുലേഷൻ ഓഫ് ഇന്ത്യ ഈസ് ദാറ്റ് ഓഫ് ദി USA എത്രയാണില്ലേ ഇന്ത്യ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ ഇന്ത്യയിൽ നമുക്ക് 4 USA കൊള്ളിക്കാം അല്ലേ. അതിൽ ഏകദേശം 1 ഭാഗമേ നമ്മുടെ USA അളവ് വരുന്നുള്ളൂ അല്ലേ. 4ൽ 1 ഭാഗമേ ഉള്ളൂ USA അളവ് വരുന്നുള്ളൂ അല്ലേ. ഇതുപോലത്തെ 4 ഭാഗങ്ങളാക്കിയാൽ 4ൽ 1 ഭാഗമേ നമുക്ക് USA അതേ അളവില്ലേ, ഒറ്റ പാർട്സിലെ 1 പാർട്ടുള്ളൂ USA അതേ അളവ് വരുന്നുള്ളൂ. അപ്പോൾ 4ൽ 1 ഭാഗം, ഇന്ത്യയുടെ 4ൽ 1 ഭാഗമാണ് USA വരുന്നത്. ഫോർത്ത് ക്വസ്റ്റ്യൻ, അപ്രോക്സിമേറ്റ്ലി വാട്ട് ഫ്രാക്ഷൻ ഓഫ് ദി വേൾഡ് പോപ്പുലേഷൻ ഈസ് ദി കമ്പൈൻഡ് പോപ്പുലേഷൻ ഓഫ് ഇന്ത്യ, ചൈന ആൻഡ് ദി USA? ഇന്ത്യ, ചൈന, USA എന്നീ 3 രാജ്യങ്ങളിലെ മൊത്തം ജനസംഖ്യ ലോക ജനസംഖ്യയുടെ ഏകദേശം എത്ര ഭാഗമാണ് അല്ലേ. വാട്ട് ഫ്രാക്ഷൻ ഓഫ് ദി വേൾഡ് പോപ്പുലേഷൻ്റെ എത്ര ഭാഗമാണ് അല്ലേ. ഇതിൻ്റെയൊക്കെ ജനസംഖ്യ പോപ്പുലേഷൻ ഓഫ് ഇന്ത്യ, ചൈന, USA ഇത് 3 കൂടി കമ്പൈൻ ചെയ്യുന്നത് വേൾഡ് പോപ്പുലേഷനിലെ മൊത്തം പോപ്പുലേഷൻ്റെ എത്ര ഭാഗമാണ്? ഇതാണ് ലോക ജനസംഖ്യ അല്ലേ, വേൾഡ് പോപ്പുലേഷനിലെ മൊത്തമായിട്ടുള്ള പോപ്പുലേഷനാണ്. അതിൽ ഇന്ത്യയും ചൈനയും USA ഈ 3 ഭാഗങ്ങളിലെ എത്ര പാർട്ടാണ്, എത്രയാണ് ഫ്രാക്ഷൻ എന്ന്, എത്ര ഭാഗമാണല്ലേ, മൊത്തത്തിലുള്ളതിൻ്റെ എത്ര ഭാഗമാണെന്നാണ് ചോദിച്ചത്. ഏകദേശം ഇതാണല്ലേ, ഇത് 3 കൂടി കമ്പൈൻ ചെയ്തിട്ടില്ലേ, നമ്മുടെ ഇന്ത്യയും ചൈനയും USA ഇത് 3 കൂടി കമ്പൈൻ ചെയ്തിട്ട് എത്രയാണ് ടോട്ടലിൻ്റെ എത്ര ഭാഗമാണെന്ന് ചോദിച്ചതിൽ. അപ്പോൾ ഇതേ ഈ 3 ഭാഗം അല്ലേ, ഈ ഒരു ഭാഗത്തിൽ എത്ര എണ്ണം നമുക്ക് കട്ട് ചെയ്യാം അല്ലേ. ഇങ്ങനെ ഒരു ഭാഗം കൂടി ആക്കിയാൽ ഇതേപോലത്തെ ഒരു ഭാഗം ഇവിടെയും കിട്ടി, ഒരു ഭാഗം ഇവിടെയും കിട്ടിയില്ലേ. ഇത് ഒരു ഭാഗമാണെങ്കിൽ 2 3 3 ഭാഗം അല്ലേ. ഇതേപോലത്തെ 3 ഭാഗങ്ങളാക്കി നമുക്കിതിനെ സ്പ്ലിറ്റ് ചെയ്യാം അല്ലേ, ഭാഗിച്ചൂടെ അല്ലേ. ഇതേ അളവിൽ ഏകദേശം അല്ലേ, അപ്രോക്സിമേറ്റ് ആയിട്ടാണ് ചോദിച്ചതിൽ. ഏകദേശം ഇതേ അളവിൽ ഇവിടെ ഒരു ഭാഗം കൂടി കട്ട് ചെയ്യാം, ഇതേ അളവിൽ ഇവിടെ, അങ്ങനെ 3 ഭാഗം നമുക്ക് ആക്കാൻ കഴിയുള്ളൂ. ഇതേ അളവിൽ 4 എണ്ണം ആക്കാൻ കഴിയില്ല. ഇതേ അളവിലാണ് ഇവിടെ വരുന്നത് അല്ലേ. 3 ഭാഗമാക്കാം. ആ 3ൽ എത്ര വരുന്നത്? 3ൽ 1 ഭാഗമേ ഈ ഒരു 3 കൂടി വരുന്നത് അല്ലേ, 1/3 അല്ലേ. 3ൽ 1 ഭാഗം അല്ലേ. ഇത് 3 കൂടി കമ്പൈൻ ചെയ്തിട്ട് ഇന്ത്യയും ചൈനയും USA ഈ 3 ഭാഗങ്ങളിൽ 1 ഭാഗമല്ലേ വരുന്നുള്ളൂ. 3 ഭാഗങ്ങളിൽ 3 ഭാഗത്ത് ഇത് വരുന്നുണ്ടോ? ഈ ഭാഗത്തും ഇല്ലല്ലോ. ഈ 3 ഭാഗങ്ങളാക്കിയതിൽ 1 ഭാഗത്തേ ഉള്ളൂ ഇത് 3 കൂടി കമ്പൈൻ ചെയ്യുന്ന പോപ്പുലേഷൻ്റെ ജനസംഖ്യ അല്ലേ. ഇത് 3 കൂടി വരുന്നതിൻ്റെ ജനസംഖ്യ ഈ 3 ഭാഗങ്ങളിൽ 1 ഭാഗമേ വരുന്നുള്ളൂ. നമ്മൾ 3 ഭാഗങ്ങളാക്കി തിരിച്ചതിൽ 1 ഭാഗമാണ് അല്ലേ ഇത് 3 കൂടി ഇന്ത്യയും ചൈനയും USAൻ്റെ അല്ലേ, ഈ 3ൻ്റെ അമേരിക്കയും ചൈനയും ഇന്ത്യയുടെയും പോപ്പുലേഷനിലെ ജനസംഖ്യ എന്ന് പറയുന്നത് ഈ 3 അല്ലേ, വേൾഡ് പോപ്പുലേഷൻ ലോക ജനസംഖ്യയുടെ 3 ഭാഗമാക്കിയതിൽ 1 ഭാഗമാണ്. പേജ് നമ്പർ 194 ക്വസ്റ്റ്യൻസ് ഒന്ന് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദി പൈ ചാർട്ട് ബിലോ ഷോസ് ഹൗ ദി ടോട്ടൽ കൾട്ടിവബിൾ ലാൻഡ് ഇൻ എ പഞ്ചായത്ത് ഈസ് യൂട്ടിലൈസ്ഡ് ഫോർ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ക്രോപ്സ്. ഒരു പഞ്ചായത്തിലെ ആകെ കൃഷിസ്ഥലം പല കൃഷികൾക്കായി എങ്ങനെ ഉപയോഗിക്കുന്നു എന്ന് കാണിക്കുന്ന വൃത്തചിത്രമാണിത്. അപ്പോൾ ടോട്ടലുള്ള കൃഷിസ്ഥലത്തിൽ ഓരോ ഭാഗങ്ങളും എത്ര ഭാഗമല്ലേ, വെജിറ്റബിൾസിനില്ലേ, പച്ചക്കറികൾക്ക് ഇത്ര ഭാഗമാണ് യൂസ് ചെയ്തത്, റബ്ബറിന് ഈ ഒരു പാട്ടല്ലേ, യെല്ലോ കളറുള്ള ഈ പാട്ടാണ് യൂസ് ചെയ്തത്, പ്ലാന്റൈനില്ലേ വായ കൃഷിക്ക് വേണ്ടിയിട്ട് ഉപയോഗിച്ചത് ഈ ബ്ലൂ കളറുള്ള ഈ ഒരു പോർഷനാണ് അല്ലേ, ഓരോന്നും കൊടുത്തിട്ടുണ്ട്. കോക്കനറ്റില്ലേ, തെങ്ങിന്, ടാപ്പിയോക്ക, മരച്ചീനി അല്ലേ, റൈസ്, നെല്ലിന് വേണ്ടിയിട്ട് മറ്റുള്ളവ അല്ലെ, ഒതേഴ്സ് അല്ലെ, മറ്റുള്ള എല്ലാ കൃഷികളും ബാക്കിയുള്ള ഈ പറഞ്ഞതല്ലാത്ത ബാക്കിയുള്ളതെല്ലാം കൂടി കൃഷി ചെയ്ത സ്ഥലമാണ് ഈ കളറിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫോർ വിച്ച് ക്രോപ്പ് ഈസ് മോസ്റ്റ് ഓഫ് ദി ലാൻഡ് യൂസ്ഡ്? അപ്രോക്സിമേറ്റ്ലി വാട്ട് ഫ്രാക്ഷൻ ഓഫ് ദി ടോട്ടൽ ഈസ് ദിസ് അല്ലേ. ഫോർ വിച്ച് ക്രോപ്പ്, ഏത് ക്രോപ്പിനാണ് മോസ്റ്റ് ഓഫ് ദി ലാൻഡ് അല്ലേ, കൂടുതൽ സ്ഥലം ഉപയോഗിച്ചത് ഏത് കൃഷിക്കാണ്, ഏത് ക്രോപ്പിനാണ് അല്ലേ, ഏത് കൃഷിക്കാണ് ഏറ്റവും കൂടുതൽ സ്ഥലം ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ തന്നെ നമുക്ക് കാണാം ഏറ്റവും കൂടുതൽ സ്പേസ് ഏതാണ്, ഈ കളറാണല്ലേ, അതാണ് ഒതേഴ്സ് ആണ്, മറ്റുള്ളവ കൃഷി ചെയ്യാനാണ് ഏറ്റവും കൂടുതൽ ലാൻഡ് യൂസ് ചെയ്തത് അല്ലേ. ഈ കൃഷികൾ ഒഴികെയുള്ള ബാക്കിയുള്ള കൃഷി അല്ലേ, മറ്റുള്ളവ കൃഷി ചെയ്യാനാണ്, ഒതേഴ്സ് കൃഷി ചെയ്യാനാണ് കൂടുതൽ സ്ഥലം ഉപയോഗിച്ചിട്ടുള്ളത്. ഇതല്ല ഏറ്റവും കൂടുതലുള്ളത്. അത് മൊത്തം കൃഷിസ്ഥലത്തിൻ്റെ ഏതാണ്ട് എത്ര ഭാഗമാണ് അല്ലേ, ഏകദേശം എത്ര ഭാഗമാണ് മൊത്തം കൃഷിസ്ഥലം, ഈ ടോട്ടലിൻ്റെ എത്ര ഭാഗമാണ് ഈ ഒരു ഭാഗം എന്ന് പറയുന്നതിലെ. അപ്രോക്സിമേറ്റ്ലി വാട്ട് ഫ്രാക്ഷൻ ഓഫ് ദി ടോട്ടൽ ഈസ് ദിസ് അല്ലേ, ടോട്ടലിൻ്റെ എത്ര ഫ്രാക്ഷനാണ്, എത്ര ഭാഗമാണ് ഇത് ഈ ഭാഗം എന്ന് പറയുന്നത് അല്ലേ. മോസ്റ്റ് ഓഫ് ദി ലാൻഡ് യൂസ് ചെയ്ത ഈ ഭാഗം എത്ര ഭാഗമാണ്, ഏതാണ്ടില്ലേ, അപ്രോക്സിമേറ്റ് ആയിട്ട് ഏതാണ്ടില്ലേ, നമ്മളൊരു ഏകദേശം കാണുക അല്ലേ. അതായത് അല്ലേ ഇതേ അളവിലുള്ള എത്ര എണ്ണം ഭാഗിക്കാം അല്ലേ, ഇങ്ങോട്ടൊരു കഷ്ണം കട്ടുകൂടി ചെയ്താൽ ഏകദേശം അല്ലേ ഇതേ ഒരു അളവിലല്ലേ ഈ ഒരു സൈഡ് വരുന്നതില്ലേ 3 ഭാഗങ്ങളെ നമുക്ക് ആക്കാൻ കഴിയുള്ളൂ. ഇതേ അളവിൽ 4 എണ്ണം ആക്കാൻ കഴിയുമോ
ഇല്ലല്ലോ, ഇങ്ങനെ ആക്കിയത് ചെറുതായില്ലേ. ഏകദേശം ഒരു 3 ഭാഗം ഇതേ അളവിൽ നമുക്കാക്കാം. ആ 3 ഭാഗങ്ങളിൽ ഒരു ഭാഗമല്ലേ ഇത് എന്ന് പറയുന്നത്. നമ്മൾ 3ആക്കി സ്പ്ലിറ്റ് ചെയ്തതിൽ ഒരു ഭാഗമാണ് നമ്മുടെ ഒതേഴ്സ് മറ്റുള്ളവർക്ക് കൃഷി ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ച ഈ സ്ഥലം എന്ന് പറയുന്നത് അല്ലേ. നമ്മൾക്ക് 3 ഭാഗം ഏകദേശം ഇതേ അളവിൽ എത്ര ഭാഗമാക്കി ഈ മൊത്തം അളവിനെ സ്പ്ലിറ്റ് ചെയ്യാം അല്ലേ, മുറിക്കാം അല്ലേ. 3 ഭാഗങ്ങളാക്കില്ലേ. ഏകദേശം ഈ അളവിൽ ഇതേ അളവിൽ ഒരു ഭാഗം ഇവിടെയും ഒരു ഭാഗം ഇവിടെ എടുക്കാം. അങ്ങനെ 3 ഭാഗം ആക്കിയതിൽ ഒരു ഭാഗമാണ് ഒതേഴ്സ് മറ്റുള്ളവ കൃഷി ചെയ്യാൻ ഉപയോഗിച്ചത്. ഇതിൽ തന്നെ സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഫോർ വിച്ച് ക്രോപ്പ് ഈസ് ദി ലീസ്റ്റ് എമൗണ്ട് ഓഫ് ലാൻഡ് യൂസ്ഡ്. ഏറ്റവും കുറച്ച് ലീസ്റ്റ് എമൗണ്ട് ഓഫ് ലാൻഡിൽ ഏറ്റവും കുറച്ച് സ്ഥലം ഉപയോഗിച്ചത് ഇതിൽ ഏത് ക്രോപ്പ് കൃഷി ചെയ്യാനാണ്. മലയാളം മീഡിയക്കാരെ ക്വസ്റ്റ്യൻ എന്താണ്, ഏത് കൃഷിക്കാണ് ഏറ്റവും കുറച്ച് സ്ഥലം ഉപയോഗിച്ചിരിക്കുന്നത്. ഏറ്റവും കുറച്ച് സ്ഥലം ഏത് കൃഷിക്കാണ് അല്ലെ. നമുക്ക് കാണാം ഇതിൽ ഏറ്റവും ചെറുത് ഈ ഒരു കാപ്പി കളർ പോർഷൻ ആണല്ലേ. നമുക്ക് അതിനേക്കാളും വലിയ സ്ഥലങ്ങളാണ്. അപ്പോൾ അതേതാണ്, റൈസിലെ നെല്ലിന് വേണ്ടിയിട്ട് നെൽകൃഷിക്ക് വേണ്ടി ഉപയോഗിച്ച സ്ഥലമാണ് ഏറ്റവും കുറച്ച് ഉപയോഗിച്ചിട്ടുള്ളത്, ഏറ്റവും ലീസ്റ്റ് ആയിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് അല്ലേ. മലയാളം മീഡിയക്കാരെ ക്വസ്റ്റ്യൻ ഞാനിവിടെ താഴെ കൊടുക്കുന്നതാണ്. വായിക്കുമ്പോൾ ഓരോന്നിൻ്റെ മീനിങ് ഞാൻ പറയുന്നുണ്ട് അല്ലേ. അപ്രോക്സിമേറ്റ്ലി ഏകദേശം, വാട്ട് ഫ്രാക്ഷൻ ഓഫ് ദി ടോട്ടൽ ഈസ് ദിസ് അല്ലേ. ടോട്ടലിൻ്റെ എത്ര ഫ്രാക്ഷനാണ്, എത്ര ഭാഗമാണ് ഈ സ്ഥലം എന്ന് പറയുന്നത്. അത് മൊത്തം കൃഷിസ്ഥലത്തിൻ്റെ ഏതാണ്ട് എത്ര ഭാഗമാണല്ലേ. മൊത്തം കൃഷിസ്ഥലത്തിൻ്റെ ഏതാണ്ട് ഏകദേശം അല്ലേ, അപ്രോക്സിമേറ്റ്ലി എത്ര ഭാഗമാണ് എന്നാണ് ചോദിച്ചത്. ഇതേപോലത്തെ ഭാഗം ഇത് മൊത്തത്തിൽ എത്ര ഭാഗമാക്കാം നമുക്ക് അല്ലേ. ഇതേപോലത്തെ 1, 2, 3, 4 അങ്ങനെ എത്ര എണ്ണം എടുക്കാം അല്ലേ. അത്രയും എണ്ണത്തിൻ്റെ എത്ര ഭാഗമാണ് ഇത്. ഒരു 50, 40 ഒക്കെ തവണ എടുക്കാം അല്ലേ ഏകദേശം അല്ലേ. അങ്ങനെ എടുക്കുന്നതിൽ ഒരു ഭാഗമാണ് ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത്. കറക്റ്റായിട്ട് കിട്ടണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഈ പൈ ചാർട്ടിലെ വൃത്തത്തിനെ നമുക്ക് എന്താണ് 4 ഭാഗമാക്കിയിട്ട് മുറിക്കാം അല്ലേ. ഈക്വലായിട്ട് 4 എണ്ണം ആക്കിയാൽ 4 ഭാഗം ഈക്വലായില്ലേ. അപ്പോൾ ഇതിൽ ഒരു ഭാഗത്തിൻ്റെത് നമ്മൾ കണ്ടുപിടിച്ചാൽ ഇതിൻ്റെ 4 ഇരട്ടിയില്ലേ, 4 ടൈംസ് അല്ലേ. 4 ഗുണിക്കണം എന്ന് കണ്ടുപിടിച്ചാൽ നമുക്ക് മൊത്തം ഭാഗം കിട്ടി അല്ലേ. ഈ ഒരു ഭാഗത്തിൽ നമ്മുടെ എന്താണ് റൈസ് നെൽകൃഷി ഈ ഒരു പാർട്ട് എത്രയാണ് മൊത്തം അല്ലേ, ടോട്ടലിൻ്റെ എത്ര ഭാഗമാണ് കൃഷി ചെയ്യുന്നത് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഈ നെൽകൃഷി ഈ ഒരു ഭാഗത്തിൽ എത്ര ഭാഗം ഉണ്ടാവും നോക്കുക അല്ലേ. അതേ തവണ എന്നായിരിക്കും ഈ ഭാഗത്തിലും ഈ ഭാഗത്തിലും ഈ ഭാഗത്തിലും. അപ്പോൾ ഒരു ഭാഗത്തിൻ്റെത് കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ 4 ടൈംസ് അല്ലേ, 4 കൊണ്ട് ഗുണിച്ചാൽ മൊത്തം കിട്ടിയില്ലേ. ഏകദേശം ഈ ഒരു ഭാഗം അല്ലേ, ഇവിടുന്ന് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത 2, 3, 4 4 ഭാഗമാക്കി ഏകദേശം മുറിച്ചാൽ ഒരു ഭാഗത്തിൻ്റെത് നമ്മൾ കാണുക. ഈ ഒരു ഭാഗത്തിൽ നമുക്ക് ഇതുപോലത്തെ എത്ര എണ്ണം വെക്കാം അല്ലേ. ഇതേപോലെ അല്ലേ ഈ റൈസിൻ്റെ അതേ അളവിൽ അതായത് ഒരു വര പോലെ അല്ലേ 2 വര അടുപ്പിച്ച് വെച്ചത്. അതുപോലെ എത്ര എണ്ണം വെക്കാമെന്ന് നോക്കുക. 1, 2 അല്ലേ, ഏകദേശം ഇത്ര കൊള്ളു ഈ സ്ഥലം വരുന്നത് അല്ലേ. 2 ഭാഗമാക്കി 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15 തവണ നമുക്ക് ഈ ഒരു ഭാഗത്തെ 4 ഭാഗമാക്കിയതിൽ ഒരു ഭാഗം ഈ ഒരു ഭാഗം ഏകദേശം റൈസിൻ്റെ അതേ അളവിൽ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. ഏകദേശം അപ്രോക്സിമേറ്റ് ആണ്, എക്സാക്റ്റ് അല്ല ചോദിച്ചത് ഏകദേശമാണ് ചോദിച്ചത്. അപ്പോൾ നമുക്ക് ഏകദേശം എത്ര പാട്ടായിട്ട് മുറിക്കാം 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15 ഈ ഒരു ഭാഗത്തിനെ 15 ഭാഗമാക്കി മുറിക്കാം. ഏകദേശം എക്സാക്റ്റ് അല്ല പറയുന്നത്, ഏകദേശം ഇതേ അളവിലാണ് ഏകദേശം എടുത്തതില്ലേ. ഈ പുറത്തേക്ക് വരുന്ന ആരോ നോക്കണ്ട കേട്ടോ നിങ്ങൾ. അത് ഞാനിങ്ങനെ കട്ട് ചെയ്തതാണ്, ഇവിടെ വരെ കട്ട് ചെയ്തതില്ലേ, ഈ സർക്കിളിൻ്റെ ഉള്ളിലാണ് കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ എത്ര എണ്ണം ഉണ്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പുറത്തോട്ട് കൊടുത്തത്. അപ്പോൾ 15 എണ്ണമാക്കി സ്പ്ലിറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ട് ഏകദേശം എനിക്ക് അല്ലേ. ഈ ഒരു ഭാഗം ഇവിടെ ഒരു ഭാഗം അല്ലേ, ഇതേപോലത്തെ ഒരു സൈഡ് തന്നെയാണ് ഇവിടെ വരുന്നത്. 2, 3, 4 4 ഭാഗമാക്കിയാൽ ഈ ഒരു ഭാഗം 15 ഭാഗമാക്കി നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം അല്ലേ, ഇതേ അളവിൽ അല്ലേ. അതേപോലെ ഇവിടെ ഒരു 15 15 എന്തായി 30 ആയി അല്ലേ. അതേപോലെ തന്നെ ഒരു 15 ഇവിടെ ഒരു 15 ഇവിടെ. അപ്പോൾ 15 വീണ്ടും 30 അല്ലേ. അപ്പോൾ 30 60 അല്ലേ. അപ്പോൾ ഈ ഒരു ഭാഗം ഇതിൻ്റെ പകുതി ഭാഗം നമുക്ക് 30 ഇവിടെയും 30 അല്ലേ. ഇവിടെ ഒരു 15 ഭാഗമാക്കി സ്പ്ലിറ്റ് ചെയ്യാൻ കഴിഞ്ഞു. അതേപോലെ തന്നെ ഇവിടെ എന്താണ് 15 ആക്കാം അല്ലേ. അപ്പോൾ 15 15 30 അതേ പകുതി ഭാഗമല്ലേ ഇവിടെ ഉള്ളത്. അപ്പോൾ ഇവിടെ ഒരു 30 ഭാഗം അല്ലേ. 15 15 30 അല്ലേ. അപ്പോൾ 30 60 ഭാഗമാക്കി നമുക്ക് ടോട്ടൽ ലാൻഡിനെ സ്പ്ലിറ്റ് ചെയ്യാം അല്ലേ. ആകെ ഉള്ളതിൻ്റെ എത്ര ഭാഗമാണ് നമ്മുടെ റൈസിലെ നെൽകൃഷി ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്നത് എന്നാണ് ചോദിച്ചത്. അപ്പോൾ ആകെ 60 ഭാഗങ്ങളാക്കാം അല്ലേ. ഇതേ അളവിൽ 60 ഭാഗങ്ങളാക്കാം അല്ലേ. 60 ഭാഗത്തിൽ എത്ര ഭാഗമാണ്, 60 ഭാഗത്തിൽ ആകെ ഒരു ഭാഗം അല്ലേ. ഇതേപോലത്തെ ഒരു ഭാഗമാണ് നമ്മുടെ നെൽകൃഷിയിലെ റൈസിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് അല്ലേ. 60 ഭാഗങ്ങളാക്കിയാൽ അതിൽ ആകെ ഒരു ഭാഗം അല്ലേ. ഇതേപോലത്തെ 60 ഭാഗങ്ങളാക്കി അതിൽ ഒരു ഭാഗത്തിലുള്ളൂ നമ്മുടെ നെൽകൃഷി ഉള്ളത്, റൈസ് കൃഷി ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലത്തെ 60 കഷ്ണങ്ങളാക്കിയാൽ അതിൽ ഒരു ഭാഗം അല്ലേ, ഒരു ഭാഗത്തിലുള്ള നെൽകൃഷി ഉള്ളത്. ഏകദേശം നമുക്കൊരു 60 ഭാഗമാക്കാം അല്ലേ. ടോട്ടലിനെ 60 കഷ്ണങ്ങളാക്കാം അല്ലേ. അതിൽ ഒരു ഭാഗത്തുള്ളൂ നമ്മുടെ നെൽകൃഷി ചെയ്ത് റൈസ് ഉള്ളത് അല്ലേ. അപ്പോൾ 60ൽ 1 ഇല്ലേ, 1/60 എന്ന് എഴുതാം. നെക്സ്റ്റ് തേർഡ് ക്വസ്റ്റ്യൻ, അപ്രോക്സിമേറ്റ്ലി വാട്ട് ഫ്രാക്ഷൻ ഓഫ് ദി ടോട്ടൽ ഈസ് യൂസ്ഡ് ഫോർ റബ്ബർ അല്ലേ. മൊത്തം ടോട്ടലിൻ്റെ എത്ര ഭാഗമാണ് റബ്ബർ കൃഷിക്ക് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് അല്ലേ. മൊത്തം കൃഷി ചെയ്യാൻ ഉപയോഗിച്ച സ്ഥലത്തിൻ്റെ എത്ര ഭാഗമാണ് റബ്ബറിന് വേണ്ടിയിട്ട് ഏകദേശം ചെലവഴിച്ചത്. റബ്ബർ ഏതാണ്, യെല്ലോ കളറിലുള്ള ഈ പാർട്ട്. അപ്പോൾ യെല്ലോ കളറിൻ്റെ ഇതേ അളവിൽ നമുക്ക് എത്ര ഭാഗങ്ങളാക്കി സ്പ്ലിറ്റ് ചെയ്യാം. ഇങ്ങനെ ഇങ്ങോട്ട് എടുത്താൽ ഏകദേശം ഇതേ അളവായില്ലേ അല്ലേ. 2 ഭാഗമാക്കി ഏകദേശം ഇതേ അളവില്ലേ. 3 ഭാഗമാക്കി നെക്സ്റ്റ് 4 ഭാഗം അല്ലേ, 5 ഭാഗം അല്ലേ.
അപ്പോൾ ഇതൊരു ഭാഗം, അതേ അളവിൽ രണ്ടാമത്തെ ഭാഗം, നെക്സ്റ്റ് 3, 4 അല്ലേ 5 ഭാഗങ്ങളാക്കാം. അല്ലെ 5 ഭാഗത്തിൽ നമ്മുടെ റബ്ബർ കൃഷി ചെയ്യുന്നത് ഏതാണ്? ഈ ഒരു ഭാഗത്താണ് അല്ലേ. 5 ഭാഗങ്ങളാക്കിയതില്ലേ മൊത്തം സർക്കിളിലെ ഈ വൃത്തത്തെ നമുക്ക് 5 ഭാഗങ്ങളാക്കാം ഇതേ അളവിലെ റബ്ബറിൻ്റെ അതേ അളവിൽ. അല്ലെ ചോദിച്ച കൃഷിയിലെ വിള ഏതാണോ ക്രോപ്പ് ഏതാണോ അതിൻ്റെ അതേ അളവിൽ നമ്മൾ മൊത്തം ലാൻഡിനെ കട്ട് ചെയ്യുക അല്ലേ. ഇതേ അളവിലുള്ള ഒരു ഭാഗം കൂടി ആക്കാം, അല്ലെ അതേ അളവിൽ വേറൊരു ഭാഗം അല്ലേ. അങ്ങനെ നമുക്ക് 5 കഷ്ണങ്ങളാക്കി മുറിക്കാം അല്ലേ. ഒരു കേക്ക് കട്ട് ചെയ്യുന്നത് പോലെ ഇതേ അളവിൽ തന്നെ 5 ഭാഗങ്ങളിൽ ഇതിനാക്കാൻ കഴിയുകയുള്ളൂ. അപ്പം 5 ഭാഗത്തിൽ ഈ ഒരു ഭാഗമാണ് ഏത് റബ്ബർ കൃഷി ചെയ്യുന്നതിൽ 5ൽ ഒരു ഭാഗമാണ് റബ്ബറിന് വേണ്ടിയിട്ട് ചെലവഴിച്ച സ്ഥലം. എല്ലാം അപ്രോക്സിമേറ്റ്ലി ഏകദേശം അളവാണ് ചോദിച്ചത്, എക്സാക്റ്റ് അല്ലേ, കറക്റ്റ് അളവുകളല്ല അല്ലേ. അപ്പം അതിൽ ഏകദേശം നമ്മൾ എടുക്കുക അല്ലേ. ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായിട്ടുള്ളവർ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കാനും വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. ഇതിൻ്റെ പാർട്ട് 2 എത്രയും വേഗം വേണമെന്നുള്ളവർ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കണേ, എന്നാൽ ഞാൻ വേഗം അപ്ലോഡ് ചെയ്യുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.